ഹലോ മക്കളെ, നമ്മുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ ഫൈനൽ ലാപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണും. 30 days 95% പ്ലസ് മാർക്ക്. 30 ദിവസം കൊണ്ട് 95% മാർക്ക് മേലെ നേടാൻ വേണ്ടി സാധിക്കുമോ? ഈ കാണുന്ന ഒരു കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, ഇസ് ഇറ്റ് പോസിബിൾ? അത് പോസിബിൾ ആണോ? ഞാൻ ഇത്ര ആളൊന്നും പഠിച്ചില്ല, ഒന്നും പഠിക്കാതെയാണ് ഞാൻ ഇരുന്നിരുന്നത്. എനിക്ക് ഇനി ആഗ്രഹമുണ്ട് പഠിക്കുവാൻ വേണ്ടി. ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ 95% പ്ലസ് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു. ലാസ്റ്റ് ഡേ ഒരു വീഡിയോ പോയിരുന്നു. ആ കാണുന്ന സമയത്താണ് ഒരുപാട് പേർ പേഴ്സണൽ വെച്ചിട്ടുണ്ടായിരുന്നേ, എനിക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി അത്ര വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് സാധിക്കുമോ? ഗെയിം ഓവർ ആയില്ലേ? നമ്മുടെ കളി അവസാനിച്ചില്ലേ? ഇനി ഏകദേശം നിസാര ദിവസം മാത്രമാണ് എനിക്കിനി മെയിൻ എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. ആ കാണുന്ന ബാക്കിയുള്ള ദിവസം മാത്രം പഠിച്ചുകൊണ്ട് എനിക്ക് നേടാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ഞാൻ ഒരു ഫ്ലോപ്പ് ആയിട്ട് മാറാൻ വേണ്ടി പോവല്ലേ? ഞാൻ തോക്കാൻ വേണ്ടി പോവല്ലേ? ഞാൻ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ മാർക്ക് കുറവുള്ള കുട്ടികളുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നീങ്ങാൻ വേണ്ടി പോവല്ലേ എന്നെല്ലാം തന്നെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് എല്ലാവരോടും ഒന്ന് മാത്രം പറയണം, ഒറ്റ കാര്യം മാത്രം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എവിടെ നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഭാവിയിൽ നിങ്ങൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിയുമ്പോൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതിന്റെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്കാലവും ഞങ്ങൾ 100% ഒപ്പമുണ്ടാകും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട വർക്ക്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാണോ? ഞാൻ പറയുന്നു, ദി ഗെയിം ഇസ് നോട്ട് ഓവർ, ദി ഗെയിം ഇസ് സ്റ്റിൽ ഓൺ. മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പറയും, ദി ഗെയിം ഇസ് ഓൺ ഗൈസ്, ഓൺ. ഇപ്പോഴും ഓൺ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഓഫ്, ഇറ്റ്സ് നോട്ട് ഓവർ. വി ക്യാൻ ഡു ഇറ്റ്. നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊപ്പം നിൽക്കണം. നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റണം. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മെന്റാലിറ്റി. നിങ്ങൾ പറയും, ഓക്കെ എനിക്ക് സാധിക്കില്ല, ഞാൻ മാറി നിൽക്കാം, ഞാൻ കാര്യമില്ല, ഞാൻ പഠിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല, കാരണം അവസാന മാസമാണ്, ഞാൻ എവിടെയും എത്താൻ വേണ്ടി പോകുന്നില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെ? എത്ര പേര് പറയുന്നുണ്ടോ സ്വയമായിട്ട്, അവസാന മാസമായി എന്നെ കൊണ്ട് സാധിക്കില്ല? ഗൈസ്, അത് നിങ്ങളുടെ മെന്റാലിറ്റിയാണ്. മെന്റാലിറ്റി അത് മാറ്റാൻ വേണ്ടി തയ്യാറാണ്. എനിക്ക് ഇനി സമയമുണ്ട്, എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. ഞാൻ കട്ടക്ക് പഠിക്കും. എന്തുണ്ടായാലും ഞാൻ ഫുൾ ഡേ മരിച്ചു വറക്കാൻ വേണ്ടി പോകും. നിങ്ങൾക്കുള്ള ഫുൾ സ്റ്റഡി പ്ലാൻ, അതായത് ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ വൈകുന്നേരം വരെ എത്ര മണിക്കൂർ പഠിക്കണം, എന്ത് കാര്യങ്ങളാണ് ഓരോ സമയം ചെയ്യേണ്ടത് മുതലായിട്ടുള്ള കംപ്ലീറ്റ് കാര്യം ഞാൻ അവിടെ പറയാൻ വേണ്ടി പോവാണ്. അങ്ങനെ പഠിച്ചു നോക്കും. നിങ്ങൾ അങ്ങനെ ഒരു 2 to 3 days പഠിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഒരുപാട് മാറി. ഒന്നും രണ്ടുമല്ല, എനിക്ക് ഒരുപാട് പാഠം പഠിക്കാൻ വേണ്ടി സാധിച്ചു. ഞാനിതാ മാറ്റത്തിന്റെ പാതയിലാണ്. അപ്പോൾ നിങ്ങൾ പറയും, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മെന്റാലിറ്റി മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. യു ഷുഡ് ചേഞ്ച് യുവർ മെന്റാലിറ്റി. അത് മാറി നിങ്ങൾ മുന്നോട്ട് വരണം. ദി ഗെയിം ഈസ് ഓൺ. സോ ഇറ്റ് ഇസ് പോസിബിൾ. ആ ചോദ്യം ആൻസർ ആണ്, ഇറ്റ് ഈസ് പോസിബിൾ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റഡി പ്ലാനിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനെയും ടൈം ടേബിൾ ആണ്. ഓരോ ടൈമും ക്രൂഷ്യലാണ് മനസ്സിലാക്കാം. ഇതാണ് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ. ഹോപ്പ് യു ഓൾ നോ. ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് വെച്ചാണ്. ഇംഗ്ലീഷ് ഫസ്റ്റ് ഡേ ഇംഗ്ലീഷ്, ഇറ്റ്സ് ഓൺ 15th of February. 15th February ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ അവിടെ മുമ്പ് എക്സാം ഒന്നുമില്ല. സോ അവസാനത്തെ 5 ദിവസം 5 days നിങ്ങൾ ടോട്ടലി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എടുക്കരുത്. വേറെ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി പാടില്ല. ലാസ്റ്റ് 5 days നിങ്ങൾ ഒന്നും പഠിക്കരുത്. ഏത് മറ്റു വിഷയങ്ങൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഇംഗ്ലീഷ്. ടോട്ടലി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചുമ്മാ വായിച്ച് മാത്രം പഠിച്ചാൽ പോരാ. എക്സാം കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആൻസർ എഴുതി ശീലിക്കണം. നിങ്ങളുടെ സ്പീഡ് മാറ്റർ ആണ് ഇംഗ്ലീഷ് എക്സാമിൽ. ഇംഗ്ലീഷ് മാത്രമല്ല, മാത്സിൽ മാറ്റർ തന്നെയാണ്. അതിലേക്ക് വരാം പിന്നീട്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇംഗ്ലീഷിന്റെ സ്റ്റഡി പ്ലാനും എല്ലാം തന്നെ കാണാവുന്നതാണ്. ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇംഗ്ലീഷ് 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്.
സയൻസ് ടോട്ടലി പറയുമ്പോൾ 4 days. അത് ഗംഭീരം തന്നെയാണ്. കാരണം ഒരു ദിവസം ഫുള്ളി ഫിസിക്സിന് വേണ്ടി ഫുൾ റിവൈഷൻ, ആൻഡ് സെക്കൻഡ് ഡേ കെമിസ്ട്രിക്ക് വേണ്ടി ഫുൾ നമ്മൾ റിവൈസ് ചെയ്യും. തേർഡ് ഡേ നമ്മൾ ബയോളജിക്ക് നമ്മൾ ഫുൾ നമ്മൾ റിവൈസ് ചെയ്യും. ആൻഡ് ഒരു ദിവസം ടോട്ടലി എല്ലാം വീണ്ടും ഒന്ന് ഓടിച്ചു വായിക്കാൻ വേണ്ടി. ആൻഡ് അങ്ങനെ 4 days നമുക്ക് നമ്മുടെ ഗ്യാപ്പ് കാണാൻ സാധിക്കും. പേടിക്കണ്ട, ഞങ്ങളുണ്ട്. അടുത്തത് സോഷ്യൽ സയൻസ് SS. അവിടെയാണ് പ്രശ്നം വരുന്നത്. 20 പാഠമുണ്ട്, 20 chapters. 20 chaptersന് വേണ്ടി ടോട്ടലി നമുക്കുള്ളത് 4 days മാത്രം. സോ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് 4 വിഷയം പഠിക്കാനുണ്ട്. അതിനകത്തുകൊണ്ടാണ് മൊത്തം 20 പാഠമുണ്ട്. 20 chapters, 4 days. So 1 day 5 chapters. Okay, you hope you know. It's not that much easy task. പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കമ്പാരിറ്റീവ്ലി ഈസിയാണ്, പഠിച്ചാൽ മതി. ഹിന്ദി. അപ്പോൾ സോഷ്യൽ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം മാത്രമാണ് ഹിന്ദി ഗ്യാപ്പ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഹിന്ദി എടുത്ത എല്ലാ മക്കളും ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ നിമിഷം തന്നെ ഹിന്ദി ചെറുതായിട്ട് വായിച്ചു തുടങ്ങണം. കാരണം ഹിന്ദിക്ക് വേണ്ടി ഗ്യാപ്പ് നമുക്ക് കുറവാണ്. ഹിന്ദി ഗ്യാപ്പ് ഇസ് വെരി ലെസ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഒരുപാട് ഗ്യാപ്പായിട്ട് മാത്തമാറ്റിക്സ് കാണപ്പെടുന്നു. ഹിന്ദി കഴിഞ്ഞാൽ 9 days ഗ്യാപ്പാണ് നിങ്ങൾക്ക് മാത്സിന് വേണ്ടിയുള്ള. ഇനി മലയാളമാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ ഇവിടെ നിന്നാണ് പിന്നെ നിങ്ങൾ നേരെ മാത്സിലേക്ക് വരാം. സോ ഇവിടെ ഒരു 3 days ഗ്യാപ്പ്, അറൌണ്ട് ഒരു 12 days ഗ്യാപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാവുക മാത്തമാറ്റിക്സ് എക്സാം എഴുതാൻ. സോ SS കഴിഞ്ഞാൽ മലയാളം വിദ്യാർത്ഥികൾക്ക് 12 days ഗ്യാപ്പ് ഉണ്ടാവും മാത്തമാറ്റിക്സിന് വേണ്ടി. ഓക്കെ, ആ ഗ്യാപ്പ് കണ്ടോ? എന്തിനാ ഗ്യാപ്പ്? പഠിക്കാനുള്ള സമയത്താണോ? അല്ല, എക്സാം അത്രയ്ക്കും ഈസി ആയിരിക്കില്ല. ഈ 12 days കൊണ്ട് നിങ്ങൾക്ക് കട്ടയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്നതല്ല മാത്തമാറ്റിക്സിന്റെ സിലബസും മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും. ഈ കാണുന്ന 12 days മാത്രം പോരാ. ഹോപ്പ് യു നോ. സോ മാത്സ് എക്സാം ഒരിക്കലും ഈസി ആകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. മാത്സിന് വേണ്ടി നിങ്ങൾ അത്രമേൽ വർക്ക് ചെയ്ത് തന്നെ വേണം. കട്ടയ്ക്ക് പണിയെടുക്കണം. എന്നാലാണ് നമുക്ക് എന്ത് മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് മാറുള്ളൂ. ആൻഡ് ഫൈനലി യു ഹാവ് മലയാളം. നെക്സ്റ്റ് 6 days ഗ്യാപ്പ് നമുക്കാണ് മലയാളത്തിന് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഒരു എക്സാം ടൈം ടേബിൾ വരുന്നത്. ഇത്രമേൽ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് എല്ലാവരും നോക്കണം, ഗ്യാപ്പ് നോക്കണം. കാരണം എന്താണ് നമ്മുടെ സ്ട്രക്ചറിങ് നോക്കുന്നതാണ് എല്ലാം ഇതിനകത്ത് ചെയ്യേണ്ടതാണ്. ഓരോ സമയത്തും, അതായത് ഈ കാണുന്ന ഗ്യാപ്പിനകത്ത് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്ക് അതിഗംഭീരമായിട്ടുള്ള മാരത്തോൺ റിവിഷൻ ക്ലാസ്സുകളും അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ സീരീസുകളും നിങ്ങളെ ചെയ്യിപ്പിച്ച് ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റുവെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ തന്നെ പോകുന്നു മക്കളെ. മാത്സ് സ്റ്റഡി പ്ലാൻ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടായ സബ്ജക്ട് ഇപ്പോൾ ഞാൻ പറയും മാത്തമാറ്റിക്സ് ആണ്, നോ ഡൗട്ട്. പക്ഷെ മാത്സ് പഠിക്കണം. സാധിക്കും. നിങ്ങൾ ഇനിയുള്ള ദിവസം തയ്യാറാണെങ്കിൽ, ഇനി ദിവസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 100% നിൽക്കുമെങ്കിൽ ഞാൻ പറയും മാത്സ് പഠിക്കാം. 1 മണിക്കൂർ ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം? That's first question. 1 day, how many hours? Guys, മാത്സിന് വേണ്ടി മാറ്റി വെക്കണം 3 hours per day. ഒരു ദിവസം നമുക്കറിയാം ടോട്ടലി 24 hours ഉണ്ട്. ഈ കാണുന്ന 24 hours 3 hours നോ ഡൗട്ട് നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്കറിയാം 14. നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം 2 days കൊണ്ട് ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കും. 2 days മീൻസ് പെർ ഡേ 3 hours, ടോട്ടലി 2 days 6 hours. സോ നിങ്ങൾ 6 മണിക്കൂർ ഒരു ദിവസം പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ തീർക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ചോദിക്കാനുള്ളത്, സാർ ട്രിഗണോമെട്രി ഉണ്ട്, സാർ സർക്കിൾസ് ഉണ്ട്, സാർ ട്രയാങ്കിൾസ് ഉണ്ട്, സാർ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി 2 days മതിയോ? മക്കളെ കാര്യം പറയട്ടെ, ഞാൻ പറയും അപ്പുറത്ത് പ്രോബബിലിറ്റി ഉണ്ട്, അപ്പുറത്ത് പോളിനോമിയൽസ് ഉണ്ട്. ഈ കാണുന്ന പ്രോബബിലിറ്റിയും പോളിനോമിയൽസ് പഠിക്കാൻ വേണ്ടി 2 days വേണോ? വേണ്ട. ഞാൻ ഓൺ ആൻ ആവറേജ് പറയുന്നു 2 days കൊണ്ട് നിങ്ങൾ ഒരു സബ്ജക്ട്, ഒരു മാത്സിലെ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കണം. ഒരു ചാപ്റ്റർ, അതാണ് ആവശ്യം. അത് നിങ്ങൾ കുറച്ചും കൂടി അറിയാവുന്ന പാഠം സ്പീഡിൽ തീർക്കാൻ വേണ്ടി സാധിക്കുന്ന അറിയാം. ചിലപ്പോൾ എന്താണ്, ചിലർ ട്രയാങ്കിൾ സ്റ്റക്കാവും, ചിലപ്പോൾ ചില ട്രിഗണോമെട്രിയിൽ അവിടെ സ്റ്റക്കായി നിൽക്കും. അതെന്ത് ചെയ്യണം? ആ കാണുന്ന സ്റ്റക്കിങ് 3 days ആണെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് പ്രോബബിലിറ്റി 1 day തീർക്കണം, പോളിനോമിയൽസ് 1 day തീർക്കണം, റിയൽ നമ്പേഴ്സ് 1 day തീർക്കണം, യുനോ കോർഡിനേറ്റ് ജോമെട്രി 1 day തീർക്കണം. ഇതൊക്കെ നമുക്ക് എന്താണ് 1 day കൊണ്ട് തീർക്കാൻ വേണ്ടി സാധിക്കും. 3 hours നിങ്ങൾ
സോളംലി ഫുള്ളി സ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പ് പറയുന്നത്. സോ നമുക്ക് എന്താണ് മക്കളെ 2 days കൊണ്ട് 1 chapter എന്ന് പറയുന്ന ഫോർമുലയ്ക്ക് എത്തുന്നു. നിങ്ങൾ അത് പാലിക്കണം 2 days. അപ്പൊ ചോദിക്കാം എങ്ങനെ പഠിക്കാൻ വേണ്ടി സാധിക്കും മക്കളെ? നിങ്ങൾക്ക് വേണ്ടി Xylem Class 10 CBS യൂട്യൂബ് ചാനലിനകത്ത് എല്ലാ ചാപ്റ്ററിന്റെയും 1 short റിവിഷൻ ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും റിയൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, പോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, ലീൻ റിക്വസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ 4ാമത്തെ പാഠം ക്വാഡ്രാറ്റിക് ആയിക്കോട്ടെ, ട്രയാങ്കിൾസ് ആയിക്കോട്ടെ, AP ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, കോർഡിനേറ്റ് ജോമെട്രി ആയിക്കോടെ, ഏത് ചാപ്റ്റർ എടുത്താലും സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ഉൾപ്പെടെ മാത്സിനകത്തുള്ള 14 ഗംഭീരമായ പാഠങ്ങളുടെ ഗംഭീരമായ ലൈവുകൾ, 1 short ലൈവുകൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. ചാപ്റ്റർ അറിയില്ല എന്ത് ചെയ്യണം? കണ്ടോ, പഠിച്ചോ. 2 hours 3 hours നീണ്ടുന്ന ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾ ഒരു ദിവസം ആ കാണുന്ന ലൈവ് ക്ലാസ് കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഒറ്റ ദിവസം 2.5 hours ഉണ്ടാവും, ചിലപ്പോൾ 3 hours ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? 1 day ആ ലൈവ് കണ്ടു, നെക്സ്റ്റ് ഡേ ഫുൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അതാ വേണ്ടേ? അപ്പോൾ 1 day നിങ്ങൾ വീഡിയോ കാണാൻ തീരുമാനിച്ചു, നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേ ഫുൾ പ്രോബ്ലം ചെയ്തു. അതായത് പറയുന്നത് 3 hours ക്ലാസ് ഉണ്ടെങ്കിൽ, ഇനി ചില ചാപ്റ്റേഴ്സ് 2 hours ആണ്, 2.5 hours. അപ്പൊ എന്ത് ചെയ്യണം? ആ കാണുന്ന ലൈവ് കണ്ടു വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരുപാട് പേര് വേർഡ് പ്രോബ്ലംസ് വേണ്ടി മാത്രം എന്താണ് 2 sessions ഡിലേ ചെയ്തിട്ടുണ്ട്. ക്വാഡ്രാറ്റിക്കിന്റെയും ലീനിയറിന്റെയും വേർഡ് പ്രോബ്ലം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ അതിഗംഭീരമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ ആ കാണുന്ന ക്ലാസ് കാണാം. അതിന് ക്ലാസ് കണ്ട് 1 short റിവിഷൻസ് കണ്ട് നിങ്ങൾ എല്ലാം തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് നിങ്ങൾ മാത്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. സോ ടോട്ടലി സിലബസ് കംപ്ലീറ്റ് നമുക്ക് എന്താണ് 28 days പോസിബിൾ ആണ്. 28 ദിവസം. അതായത് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുകയാണെങ്കിൽ 28 ദിവസം മാത്രം മതി നിങ്ങൾക്ക് എന്ത് മാത്തമാറ്റിക്സിലെ മുഴുവൻ പാഠവും പഠിച്ച് തീർക്കുവാൻ വേണ്ടി. ജസ്റ്റ് 28 days. സയൻസ് തയ്യാറല്ലേ മാത്സ് പഠിക്കാൻ വേണ്ടി? നിങ്ങൾ തയ്യാറാവില്ലേ 28 ദിവസം കൊണ്ട് മാത്സ് കംപ്ലീറ്റ് തീർക്കാനായിട്ട്? എടാ നമ്മളോട് പറ്റൂടാ, പറ്റും, മനസ്സിലാക്ക്, നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ഇതാ സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം സയൻസ് പഠിക്കേണ്ടത് 1.5 hours ആണ്, 1.5 മണിക്കൂർ. ഒരു ദിവസം 1.5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ സയൻസ് അത്രയ്ക്കും വലിയ ചാപ്റ്റേഴ്സ് അല്ല. കുറച്ചും കൂടി ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്ന, ഒരുപാട് തിയറി ഉള്ള, ആദ്യം കോൺസെപ്റ്റ് വരാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇപ്പൊ മെറ്റൽസ് ആൻഡ് നോട്ട് മെറ്റൽസ് കെമിസ്ട്രി ആണ്. എത്രയ്ക്കുണ്ട് അതിനെ പഠിക്കാനായിട്ട്? നിങ്ങൾ ആലോചിക്കുക, എത്ര കോൺസെപ്റ്റ് ഉണ്ട്? കോൺസെപ്റ്റ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വരുന്നത്, അത് കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കാം. അങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക. ഒരു ദിവസം 1.5 മണിക്കൂർ സയൻസ് കൊണ്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് 1 day കൊണ്ട് തീർക്കാൻ പറ്റുക. 1 day ലാഭമാണ്. അതെന്ത് ചെയ്യാം? അത് നമുക്ക് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂമൺ ഐ ആൻഡ് കളർഫുൾ വേൾഡ് നിങ്ങൾക്ക് 1 day കൊണ്ട് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ നമുക്ക് എന്താണ് അതിലേക്ക് 1 day എക്സ്ട്രാ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവർ എൻവയോൺമെന്റ് നിങ്ങൾക്ക് എന്താണ് 1 day കൊണ്ട് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് പ്രോസസ്സിൽ എന്താണ് അവർ വലിയ ചാപ്റ്റർ ആണെന്ന് അറിയാം, അതിലേക്ക് 1 day ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്താണ് ചെറിയ പാഠങ്ങൾ വളരെ വേഗം പഠിക്കാം. കട്ടയ്ക്ക് അതിവേഗം പഠിച്ച് മുന്നോട്ട് പോവാ. ചെറിയ പാഠങ്ങൾ ഞാൻ നേരം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 13. നമുക്ക് ഇതാണ് സയൻസിലെ മൊത്തമായിട്ടുള്ള പാഠങ്ങൾ. ഈ കാണുന്ന 13 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ആവശ്യമെന്ന് പറയുന്നത് ഗൈസ് 26 days. അതായത് നിങ്ങൾ 2 day കൊണ്ട്, അതായത് 3 hours കൊണ്ട് 1 chapter പഠിക്കണം. 3 hours. സോ നിങ്ങളുടെ മുമ്പിൽ 3 hours ഉണ്ടോ? ടോട്ടലി 3 hours. 3 hours കട്ടയ്ക്ക് പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് 1 chapter കംപ്ലീറ്റ് ചെയ്യാം. അതായത് 2 ദിവസം കൊണ്ട് ഒരു പാഠം നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു തീർത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ 26 days നമുക്ക് സയൻസിലെ മുഴുവൻ പാഠം തീർക്കാൻ വേണ്ടി സാധിക്കും. മുഴുവൻ പാഠം നോ ഡൗട്ട്. ഇനി 1-2 ദിവസം കൂടിയാലും 28 days മാത്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ നമുക്ക് സയൻസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺ ദാറ്റ് സെയിം ഡേ മുന്നോട്ട് പോകുന്നു. ആൻഡ് എല്ലാവരുടെയും ഇപ്പോഴത്തെ പേടി സ്വപ്നം, ഒരുപാട് പേർക്ക് സഹോദയ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞ ആ ഒരു സബ്ജക്ട് അതൊക്കെ പേടി ഇപ്പോൾ കേൾക്കുമ്പോൾ ഇറ്റ്സ് നൺ അതർ ദാൻ SST, സോഷ്യൽ സയൻസ്. SST ഡിഫിക്കൽട്ട് ആകുന്നത് വേറെ ഒന്നുമല്ല, ഇവൻ തന്നെയാണ്. നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 20 chapters. 20 chapters ആണ് നിങ്ങൾക്ക് SST പഠിക്കാൻ വേണ്ടിയുള്ളത്. ആൻഡ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഇസ് വെരി ലെസ്. നിങ്ങൾ ചെയ്യേണ്ടത് 3 days കൊണ്ട്
2 chapters. അതാണ് ഇവിടുത്തെ ഫോർമുല. 3 days കൊണ്ട് 2 chapters. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലബ്ബ് ചെയ്തുകൊണ്ട്. അപ്പൊ ഹിസ്റ്ററിയിൽ 2 chapters അങ്ങനെ വേണ്ട. ഹിസ്റ്ററി ഒരെണ്ണം, ജോഗ്രഫി ഒരെണ്ണം. നിങ്ങൾ എടുക്കുക, പഠിക്കുക. 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ 2 പാഠം കംപ്ലീറ്റ് ചെയ്യണം. 3 ദിവസം കൊണ്ട് 2 പാഠം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് 30 ദിവസം കൊണ്ട് 20 പാഠം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ നെക്സ്റ്റ് 30 days നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ സോഷ്യൽ ഗംഭീരമായി പഠിക്കുന്നു. സോഷ്യലിലെ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ലൈനും അത് ഗംഭീരമായിട്ട് വായിച്ച് പഠിക്കുന്നു. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് സോഷ്യൽ പഠിക്കണ്ടേ? ആശാനെ, യൂട്യൂബിൽ വീഡിയോ ഓരോ ചാപ്റ്റർ. നിങ്ങൾ ആ കാണുന്ന വീഡിയോ അതിവേഗം കാണാം, അതിവേഗം കോൺസെപ്റ്റ് മനസ്സിലാക്കാം. കോൺസെപ്റ്റ് അതാണ് ആവശ്യം. ക്വസ്റ്റ്യൻസ് കാണാം, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, ക്വസ്റ്റ്യൻ സീരീസുകൾ ചെയ്യാം. ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രമാണ് സോഷ്യൽ കംപ്ലീറ്റ് ആവുള്ളൂ. ആൻഡ് യു വാണ്ട് ടു സ്റ്റഡി 2 hours per day. ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് സോഷ്യലിന്റെ സിലബസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, സോ 1 shot സീരീസിലാണ് ഞാൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സയൻസിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ചാപ്റ്റേഴ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്. അത് ഗംഭീരമായിട്ട് എനിക്ക് സാർ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിസിറ്റി എടുത്ത് തന്നിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ. അപ്പോൾ ആ കാണുന്ന ക്ലാസ് കാണുക. ഇലക്ട്രിസിറ്റി ഫുൾ പവർ ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും കണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഈ കാണുന്ന ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻ നെക്സ്റ്റ് 30 days ഗൈസ്. നേരെ പോകുന്നു നിങ്ങളുടെ അടുത്ത വെല്ലുവിളി, ഇംഗ്ലീഷിന് എപ്പോഴാണ് ബെസ്റ്റ് ടൈം ചോദിക്കും. അച്ഛനെ ഉറങ്ങാൻ പോയില്ലേ? ഉറങ്ങാൻ അതിനേക്കാൾ മുമ്പൊരു 1/2 to 1 hour ഒന്ന് വായിക്കാം. ചുമ്മാ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു വിടാം. അത് മാത്രം കാണുന്നുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് കൊണ്ട് സെപ്പറേറ്റ് ടൈം ഒന്നും എവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഒരു 1 hour എന്താണ് നിങ്ങൾ ഒരു ദിവസം എപ്പോഴെങ്കിലും വായിച്ചു വിടാം. അപ്പൊ എങ്ങനെ വായിക്കണം ചോദിക്കും. മെയിൻലി ഓരോ ചാപ്റ്റേഴ്സിന്റെയും സമ്മറിയാണ് കാണുക, വേറെ ഒന്നും വേണ്ട. സമ്മറി വീഡിയോസ് കാണുക. നിങ്ങൾക്ക് സമ്മറി വീഡിയോസ് വേണമെങ്കിൽ ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിനകത്ത് യെസ് ഇംഗ്ലീഷിന്റെ സമ്മറി വീഡിയോ വേണം എന്ന് കമന്റ് ചെയ്യാം. തരും, തന്നിരിക്കും. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലവും നിങ്ങളിലേക്ക് ഞങ്ങൾ വരാറുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ ആവശ്യം അറിഞ്ഞ് എക്കാലവും ഞങ്ങൾ നിങ്ങളിലേക്ക് പ്രവർത്തിക്കാറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എക്കാലവും ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, സോ മുന്നോട്ട് പോകുമ്പോൾ സമ്മറി വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. ഒരിക്കലും ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് വായിക്കുമ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. ആദ്യം മനസ്സിലാക്കേണ്ട കഥയുടെ ഐഡിയ മനസ്സിലാക്കണം. ദെൻ ആൻസർ റൈറ്റിംഗ് ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് വേർഡ്സ് എഴുതുക അത് ഈസി അല്ല. നമ്മളിക്കൊക്കെ ഈസിയാണ് മക്കളെ. കൈയുണ്ടല്ലോ കടയ്ക്കും, എഴുതാൻ പറ്റില്ല. നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമുക്കിവിടെ ഒരു പെയിൻ വരും. ഇപ്പോൾ ആ കാണുന്ന ഒരുപാട് പേര് മോഡൽ എക്സാമിന് അനുഭവിക്കുന്നുണ്ടോ? ഇല്ലേ? എക്സാം എഴുതുമ്പോൾ കൈവേദന കാരണം ബാക്കി എഴുതാൻ പറ്റുന്നതാവില്ല. അറിയുന്നുണ്ടാവും, എനിക്ക് ഉത്തരം അറിയാം, എനിക്ക് ആൻസർ അറിയാം. പക്ഷെ എന്താണ് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ആൻസർ എഴുതി ശീലമില്ല. നമുക്ക് വായിച്ച് ഇങ്ങനെ പഠിച്ച ശീലമുണ്ട്, എഴുതി ശീലമില്ല. അതുകൊണ്ട് ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്താണ് ഗ്രാമർ കൂടിയും പാരലൽ നോക്കി പോകണം. 1 day നിങ്ങൾ എന്താണ് ഗ്രാമറിന് മാറ്റുക. 7 days ഉണ്ട്, അതിലെ 1 day എന്താണ് ഗ്രാമറിന് വേണ്ടി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു. നിങ്ങൾ എപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യുമ്പോൾ 7.5 hours ഒരു ദിവസം നിങ്ങൾ 7.5 മണിക്കൂർ പഠിക്കണം. 7.5 മണിക്കൂർ 7.5 മതിയോ? ഞാൻ തയ്യാറാണ് 10ഉം 12ഉം ഒക്കെ പഠിക്കാൻ. ഗുഡ് പഠിച്ചോളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ എന്താണ് 7.5 പഠിക്കണം. അതായത് ഇത്ര കാലം നമ്മൾ 0 ആയിരുന്നു, നമ്മൾ ഒന്നും പഠിച്ചിരുന്നില്ല, 0 ആയിരുന്നു. നമ്മളുടെ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നു. സോ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് 13 hours ഇരിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഗ്രാജുവലി ആണ് നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് എന്താണ് ഗ്രാജുവലി ആണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനീഷ്യൽ എന്താണ് ഫ്രം ദി day 1 നിങ്ങൾ തീരുമാനിക്കണം യു വിൽ സിറ്റ് ഫോർ 7.5 hours ആൻഡ് വിൽ സ്റ്റഡി. നിങ്ങൾ പഠിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 7.5 പഠിക്കും. ഇനി ഭാവിയിൽ നിങ്ങൾക്കും കോൺഫിഡൻസ് ലഭിക്കും, നിങ്ങൾ കൂടുതൽ പഠിക്കും. നിങ്ങൾ എന്താണ് 10ഉം 12ഉം എല്ലാം തന്നെ പഠിക്കും. ഗംഭീരം, എല്ലാം സൂപ്പർ. പക്ഷേ ഫ്രം ദി day 1 നിങ്ങൾ പാലിക്കേണ്ട ഒന്നാണ് ഫസ്റ്റ് ഡേ 7.5, സെക്കൻഡ് ഡേ ഇറ്റ്സ് നോട്ട് 6.5, ഇറ്റ് ഷുഡ് ബി
7.5. Third day, it should not be 5.5. It should be 7.5. ഒരു ദിവസം പോലും വിട്ടുവീഴ്ച പാടില്ല. പഠിക്കാന്ന് പറയുമ്പോൾ വെറുതെ പുസ്തകത്തിന് മുമ്പിൽ ഇരുന്ന് അവിടെ എന്താ കറി ചോറായാ അതല്ല, സാപ്പാട് മാത്രമല്ല, ചോറ് അവിടെ ഉണ്ടാവും, വരും, സമയമുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോൾ ഫുൾ ടൈം ഫോക്കസ് എവിടെയാണോ അത് സ്റ്റഡീസിലാക്കണം. അതാണ് പഠനം. അല്ലാതെ ബുക്കിന്റെ മുന്നിൽ ഇരുന്നു അയ്യോ എനിക്ക് കിട്ടുന്നത് സാറേ, അത് പാടില്ല. ബുക്കിന്റെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് പഠനമാവില്ല. ബുക്കിന്റെ മുമ്പിൽ ഇരുന്ന് കൃത്യമായിട്ട് വായിച്ചു പഠിച്ച് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാലാണ് അത് പഠനമായി മാറുക. അതാണ് സ്റ്റഡി. അങ്ങനെ പഠിക്കാനായിട്ട്. സോ ഇത് പോസിബിൾ ആണെന്ന് ചോദിച്ചു. ഞാൻ പറയും ഇത് കേൾക്കുമ്പോൾ ഒരു ദിവസം 7.5 hours പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പറയും അയ്യോ ഇറ്റ്സ് ഇമ്പോസിബിൾ. എങ്ങനെ മനസ്സിലാക്കാം? ഇമ്പോസിബിൾ ആവുന്ന കാര്യങ്ങളെ എക്കാലവും പോസിബിൾ ആക്കലാണ് ഞങ്ങൾ ചെയ്യാറ്. എപ്പോഴും പോസിബിൾ ആക്കിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ഈ കാണുന്ന ടൈം സ്ലോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഒരു ദിവസം ഞാൻ പറയുന്നു നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങിക്കോ. 8 hours. 8 hours നിങ്ങൾ ഒരു ദിവസം എന്തായാലും ഉറങ്ങണം എന്ന് ഞാൻ പറയും. 8 hours. ഇറ്റ്സ് മസ്റ്റ്. 100% എന്താണ് 8 മണിക്കൂർ ഉറങ്ങണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉറക്കാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ടോട്ടൽ 24നെ 4+4+4+8. സോ 16 + 8 24. 8 hours sleep. ബാക്കി നിങ്ങളുടെ എന്താണ് 16 hours ഉണ്ട്. എടാ 16 മണിക്കൂറിൽ ഞാൻ പറയുന്നത് നിങ്ങൾ 7.5 മണിക്കൂർ പഠിച്ചാൽ മതി. അതായത് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ 16 hours ഉണ്ട്. അതിൽ ഞാൻ പറയുന്നത് 7.5 മതി. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം, നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം, നിങ്ങൾക്ക് ഫ്രഷ് ആവണം, അതിനൊക്കെ വേണ്ടി സമയം മാറ്റിവെച്ചു. എത്ര മണിക്കൂർ വേണ്ടേ? കൂട്ടിക്കോ 2 hours. 2 hours വേണം. ഫുഡ് കഴിക്കാനും അതുപോലെ ഫ്രഷ് ആവണൊക്കെ 2 hours. 2+ വേണം, കൂട്ടിക്കോ 2.5 കൂട്ടിക്കോ പോട്ടെ. അപ്പോൾ ലഞ്ച്, ഡിന്നർ, അതുപോലെ ടീ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടി ഒരു പറയാം 2 hours and half an hour freshen up. So totally 2.5 hours. കൂട്ടിക്കോ. 16 2.5 പോയി, ബാക്കി എത്ര ഉണ്ട്? 13.5. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 5 hours ബാലൻസ്. 6 hours. 7.5. എന്ത് ചെയ്യും? ഈ കാണുന്ന ബാക്കി 6 hours എന്ത് ചെയ്യും? വെറുതെ ഇരിക്കും. അപ്പൊ അത്രയ്ക്ക് സമയം നമുക്കുണ്ട്. നമ്മൾ ആ കാണുന്ന സമയം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ആവശ്യം. നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും പറയുന്നത് 13.5 hours ഉണ്ട്. ഈ കാണുന്ന 13.5 hours നിങ്ങൾ 7.5 hours ആണ് ഞാൻ പഠിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഞാൻ ബാക്കി പറയുന്നില്ല. ബാക്കി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എക്സ്ട്രാ ടൈം പോലെ പഠിച്ചോളൂ, വേണം പഠിച്ചോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ആ കാണുന്ന ബാക്കി സമയം കളിച്ചോളൂ, കുഴപ്പമില്ല. എക്സസൈസ് ചെയ്തോളൂ, ആവശ്യമുണ്ട് ചെയ്തോളൂ. പക്ഷെ ഇത് ലീസ്റ്റ് പഠിക്കണം. 7.5 നിങ്ങൾ തയ്യാറാണോ? ഇത്ര സമയം നമുക്ക് ഉണ്ടോ? നമുക്ക് സമയമുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇത്ര സമയം പഠിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നത്തെ. നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാ മോർണിംഗ് ഞാൻ പറയുന്നു നിങ്ങളൊരു 6 AM എഴുന്നേക്കാം. 10 AM വരെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റ് 2.5 hours പഠിക്കാൻ പറയും. കാരണം രാവിലെ എഴുന്നേക്കുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ഷീണിതരല്ല. ഒരു സ്ലീപ്പ് കഴിഞ്ഞു, വി ആർ ഓക്കെ. നമ്മുടെ ടയർഡ്നെസ് എല്ലാം പോയി, വി വിൽ ബി ഓക്കെ അറ്റ് ദ ടൈം. അതുകൊണ്ട് ആ സമയം നമുക്ക് എന്താണ് നല്ലോണം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് രാവിലത്തെ ഷിഫ്റ്റിൽ 4 hours നിങ്ങൾ പഠിക്കണം 2.5 hours മസ്റ്റ് ആയിട്ടും. സോ 1.5 hours ഫ്രഷ് ആവാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. ഓക്കെ, 10 മണി ഒരു ബ്രേക്ക് എടുത്തോ, ചെറിയ ബ്രേക്ക്, നടന്നു അങ്ങോട്ട് വിടും. ഓക്കെ, വീട്ടിൽ സംസാരിച്ചു പോയിട്ടു, അല്ലെങ്കിൽ വേണമെങ്കിൽ TV കണ്ടോളൂ. ഓക്കെ, വേണമെങ്കിൽ സംശയം നിങ്ങൾക്ക് വേണമെന്നും ചെയ്തോളൂ. ഒരു 15 to 30 minutes വീണ്ടും പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് സ്ലോട്ട് 10 to 2 ആണ്. 10 to 2 എന്ന് പറയുമ്പോഴും അതിൽ നിങ്ങൾ പഠിക്കണം 2.5 hours. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയ സ്ലോട്ടാണ്. കാരണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഏർലി മോർണിംഗ് 8 കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് എന്താണ് വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക. ഈ നട്ട്സ് പോലത്തെ നിങ്ങളൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക, ഹെൽത്തി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ലേസും അതുപോലെ അങ്ങനത്തെ കഴിക്കാതിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് എന്താണ് കുറച്ചും കൂടി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ടെന്നാണ് ഈ കാണുന്ന ഷിഫ്റ്റിൽ ലഞ്ചിന് മുമ്പ് ഷിഫ്റ്റാണ് വരുന്നത് 10 to 2. 10 to 2 നിങ്ങൾ ഇത് പഠിക്കണം 2.5 hours പഠിക്കണം. ലഞ്ച് ബ്രേക്കായി ലഞ്ച് വന്നു. നേരത്തെ കഴിഞ്ഞാൽ 1:30 ലഞ്ച് എടുത്തു. അതിനു മുമ്പ് കഴിഞ്ഞാലോ 1 ലഞ്ച് എടുത്തോ. ലഞ്ച് കഴിച്ചു, ഒരു ഹാഫ് ആൻ അവർ ലഞ്ച് ടൈം വന്നു,
നിങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ്. ലഞ്ച് കഴിച്ച് അപ്പം തന്നെ പഠിക്കണ്ട. റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം. ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്തു, 1 hour റെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സ്ലോട്ട് പോകുന്നു 2 to 6, വലിയ സ്ലോട്ട് 4 hours വീണ്ടും. അവിടെ ഞാൻ പറയുന്നത് 1 hour 30 minutes പഠിച്ചാൽ മതി. കാരണം ലഞ്ച് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് ഒന്ന് നമുക്ക് എന്താണെന്ന് ഇതിലേക്ക് ഒരു കുറച്ച് സമയം എടുക്കും. പിന്നെ ടീ കുടിക്കണം, ചായ കുടിക്കണം, സമയം പോകും. അപ്പൊ അങ്ങനെ ഒരു 1 hour 30 minutes പഠിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. ആൻഡ് 6 to 10 ലാസ്റ്റ് സ്ലോട്ട് ഒരു 1 hour പഠിക്കാം. ടോട്ടലി പറയുമ്പോൾ 7 hours 30 minutes ആയി മാറിയിട്ടുണ്ടാവുന്നു. 2, 4, 5, 6 and 7:30 minutes. സോ ലാസ്റ്റ് സ്ലോട്ട് എന്നും 1 hour. നിങ്ങൾക്കുള്ള നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസുകളും നിങ്ങൾക്കുള്ള റിവിഷൻ ക്ലാസ്സുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. സോ നൈറ്റ് നമ്മൾ ഒരു 2 hours കട്ടയ്ക്ക് വേറെ ലെവലിൽ നമ്മൾ വേറെ എക്സ്ട്രാ പഠിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ സ്റ്റഡി പ്ലാനുമായിട്ട് ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പാടില്ല, ഒരു തരത്തിലും. സോ നൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ സീരീസ് ആയിക്കോട്ടെ, ഒരു ചാപ്റ്ററിന്റെ 1 shot ആയിക്കോട്ടെ, അങ്ങനെ നൽകി നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് മാറുവാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ് ഈ കാണുന്ന 7 to 10. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 hour നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. ആൻഡ് 7 to 10 ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്താണ് നിങ്ങൾക്കുള്ള യൂട്യൂബ് എൻഗേജ്മെന്റ്സും യൂട്യൂബ് ക്ലാസ്സുകളും PYQ സീരീസുകളും MCQ സീരീസുകളും ടോപ്പ് 100 MCQs കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ടോപ്പ് 100 MCQ നമ്മൾ എന്താണ് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന MCQ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം 24 എക്സാം എഴുതിയപ്പോൾ എക്സാമിന് ചോദിച്ചിരുന്നത്. ഇത്തവണയും ഞാൻ പറയും, അത് ആവർത്തിക്കും. ഞങ്ങൾ നിങ്ങളിലേക്ക് വരും ടോപ്പ് 100 MCQ ആയിട്ട്, ഞങ്ങൾ നിങ്ങളിലേക്ക് വരും PYQ സീരീസുമായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സീരീസുകൾക്ക് വേണ്ടിയുള്ള സമയമാണ് നമ്മൾ നൈറ്റ് നിങ്ങൾക്ക് കൊണ്ട് മാറ്റിവെക്കുന്നത്. സോ വളരെ സുഖമായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നു 7.5, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഒന്ന് പഠിപ്പിക്കുന്നു 2.5 എക്സ്ട്രാ. സോ ടോട്ടൽ എന്താണ്, നിങ്ങൾ 1 day നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഗൈസ് 10 hours നിങ്ങൾ വളരെ ഈസിലി പഠിക്കും, വളരെ ഈസിലി. നിങ്ങൾക്ക് പഠിക്കാം, ഞാൻ തയ്യാറാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഏത് വിഷയം എപ്പോൾ പഠിക്കണം ആ ക്വസ്റ്റ്യൻ വരും. ഇറ്റ്സ് പ്യൂർലി ഡിപെൻഡ് അപ്പോൺ യു. നിങ്ങൾക്ക് രാവിലെ മാത്സ് നല്ലോണം ചെയ്യാൻ പറ്റും. ഞാൻ പറയാം എപ്പോഴും മാത്സ് നമുക്ക് എന്താണ് ഒന്ന് ഉറക്കം വരുമ്പോൾ ചെയ്യാൻ നമ്മൾ ചെയ്ത് പഠിക്കാമല്ലോ. മാത്സ് നമ്മൾ എഴുതിയാണല്ലോ ചെയ്യാം. അപ്പോൾ ഉറക്കം പോകാനായിട്ട് നമുക്ക് എന്താണ് ഉച്ചയ്ക്ക് ശേഷം മാത്സ് നന്നായിരിക്കും 2 o'clock. പക്ഷെ ചിലപ്പോൾ എന്താണ് മാത്സ് എടുക്കുമ്പോൾ ഉറക്കം കാരണം കാൽക്കുലേഷൻ പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ മാത്സ് വേണ്ട ആ സമയത്ത്. പക്ഷെ ഉറക്കം പോവും, എഴുതി കഴിഞ്ഞാൽ ഉറക്കം പോവും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ കാണുന്ന ടൈമിൽ 1.5 hours മാത്സ് പഠിക്കുക, ലഞ്ചിന് മുമ്പ് മാത്സ് പഠിക്കുക. ഓക്കെ, സോ ടോട്ടൽ എന്താണ് 3 hours അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. സോ അത്തരത്തിൽ നമ്മൾ മാറ്റുക. സോ മാത്സ് പഠനം ഈ ഒരു സമയത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് സയൻസിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ സോഷ്യലിന് വേണ്ടി പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, മാറ്റി വയ്ക്കുക. അതേപോലെ ഈ കാണുന്ന ഈവനിങ് 1 hour, അതും ഒരു സൂപ്പർ അവർ തന്നെയാണ്. സൂപ്പർ അവർ നമ്മളെല്ലാം അങ്ങനെ ഏറ്റവും ഒരു ഗംഭീരമായിട്ട് ചായ എല്ലാം കുടിച്ച് ഫ്രഷ് ആയിട്ട് വരുന്ന സമയമാണ് ഈവനിങ് 1 hour. ആ സമയം ഞാൻ പറയുന്നത് നിങ്ങൾ സോഷ്യൽ വായിക്കുക, പെട്ടെന്ന് നമുക്ക് ഉള്ളോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാണുന്ന ടൈം ടേബിൾ എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഞാനത് 100% ഹാർഡ് വർക്ക് തീരുമാനിച്ചു. ഇപ്പോൾ കുറെ പേര് പറയും ഞാൻ ഇത്ര കാലം നിന്ന് പഠിച്ചിരുന്നു, ഞാൻ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഹാർഡ് വർക്കിൽ ഗംഭീര പുലിയാണ്. ഐ ഗേവ് മൈ 100% ഹാർഡ് വർക്ക് ടു ക്രാക്ക് ക്ലാസ് 10 CBSE board, but my mark is 0%. Why? എപ്പോഴും പറയാം സാർ ഞാൻ കുറെ പഠിക്കും, സാർ കുറെ പഠിക്കാം സാർ, കുറെ ഞാൻ ഫുൾ ടൈം പഠിക്കാണ് സാർ, ബട്ട് ഐ ഫെയിൽഡ് മാത്തമാറ്റിക്സ്, ഐ ഫെയിൽഡ് സയൻസ്, ഞാൻ തോറ്റുപോയി. എന്തുകൊണ്ട് സാർ എന്നും പറഞ്ഞ് കുറെ പേർ മെസ്സേജ്. ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരുപാട് പേർ ആ കാണുന്ന റിയാലിറ്റിയിലൂടെ പോകുന്നതായിരിക്കും. ഐ നോ ഇറ്റ്. മക്കളെ, അതിന്റെ കാരണം മാറുന്നില്ല. നിങ്ങൾ മോശമായിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒരു കാര്യം ചെയ്യുന്നില്ല. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഈ കാണുന്ന കാര്യം എല്ലാം ചെയ്തു. ഞാൻ പറയും നിങ്ങൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ അന്നാലും നിങ്ങൾ ഫെയിൽ ആവും. ആ ലാസ്റ്റ് പറയുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ. ദി ലാസ്റ്റ് തിങ്, ബട്ട് ദി മോസ്റ്റ് important thing, it's nothing but റിവിഷൻ. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു, ആ കാണുന്ന ചാപ്റ്റർ പഠിച്ചു, ഓക്കെ വിട്ടോ കഴിഞ്ഞു, ഓക്കെ ഞാൻ പഠിച്ചു, ഓക്കെ ഞാൻ പഠിച്ചു ഹാപ്പി എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. അതാണോ വേണ്ടത്? അതാണോ? അല്ല. നിങ്ങൾ 1 വീക്കിൽ, അതായത് മൺഡേ ടു സാറ്റർഡേ പഠിക്കുന്നത്
സൺഡേ മസ്റ്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തണം. സൺഡേ മസ്റ്റ് ആയിട്ട്. സോ മൺഡേ സാറ്റർഡേ പഠിക്കുന്നു, സൺഡേ റിവിഷൻ. അതെന്തായിക്കോട്ടെ. നിങ്ങൾക്കറിയാമായിരിക്കും ഈ പറയുന്ന 6 days കൊണ്ട് നിങ്ങൾ മാത്സിലെ 3 chapters പഠിക്കും. ഈ പറയുന്ന 6 days കൊണ്ട് നിങ്ങൾ സയൻസിലെ 3 chapters പഠിക്കും. ഈ പറയുന്ന 6 days കൊണ്ട് നിങ്ങൾ SS-ലെ 4 chapters പഠിക്കും. ഓക്കെ, സോ 6 days നമ്മൾ ഇത്ര എല്ലാം പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സോ ഈ കാണുന്ന ഭാഗം എല്ലാം മനസ്സിലാക്കി നോക്കിയേ. 4 chapters ആണ് നിങ്ങൾ എന്ത് 6 days കൊണ്ട് SST പഠിക്കാം. മാത്സിൽ 3 chapters 6 days കൊണ്ട്. സോ 3 മാത്സ് പ്ലസ് സയൻസ് 3 പ്ലസ് SST 4. സോ ടോട്ടലി യു വിൽ സ്റ്റഡി 10 chapters. ഈ കാണുന്ന 10 പാഠം നിങ്ങൾ പഠിച്ചു, മറന്നു. എക്സാം ടൈം ആകുമ്പോൾ ബുക്ക് എടുത്തു, ഒന്നും അറിയില്ല. ടെൻഷൻ. എന്താണ്? പഠിച്ചു മറക്കല്ല ചെയ്യണ്ടേ. പഠിച്ചു മറക്കുന്നതിന് മുമ്പ് നമ്മൾ റിവൈസ് ചെയ്തു, പിന്നെ മറക്കില്ല. പിന്നെ എക്സാമിന് നമ്മൾ ബുക്ക് എടുക്കുമ്പോ കിട്ടി അറിയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ കാണുന്ന 6 days പഠിച്ചു, 7th റിവൈസ് ചെയ്തില്ല, ഓക്കെ റിലാക്സ്, സൺഡേ ഹോളിഡേ, എല്ലാം മറന്നു. എക്സാമിന് മുമ്പ് ബുക്ക് നോക്കുമ്പോൾ അയ്യോ അറിയില്ല, എനിക്ക് പേടിയാവാ എന്ന് പറയും. അത് പാടില്ല. സോ 6 days കറക്റ്റൊക്കെ പഠിക്കുന്നു. 7th day, the 7th day, it's not the leisure day, it's the most important day, the revision day. മക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനിയുള്ള ദിവസം 30 days ഉണ്ട്. ഈ 30 days നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, മൈ ഹംബിൾ റിക്വസ്റ്റ്. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയാണ്. ഇപ്പോഴും നമുക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞവർ, ഞാൻ ഒരിക്കലും പറയില്ല ഈ കാണുന്ന ഷെഡ്യൂൾ പ്ലാൻ ഫുള്ളി ഫോളോ ചെയ്യണം. പക്ഷെ ഈ കാണുന്ന ടൈം ഫോളോ ചെയ്യണം. ഞാൻ ഇത്ര അവേഴ്സ് ഈ കാണുന്ന സബ്ജക്റ്റിന് വേണ്ടി മാറ്റിവെക്കും എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യണം. പക്ഷെ ഒന്നും പഠിക്കാത്തവർ നിർബന്ധമായിട്ട് വേറെ എങ്കിലും പോകരുത്. ഇത് മാത്രം ഫോളോ ചെയ്ത് പഠിക്കാം. ഇത് മാത്രം, വേറെ ഒന്നും ഫോളോ ചെയ്യരുത്. ട്രസ്റ്റ് മീ, വി ക്യാൻ മേക്ക് വണ്ടേഴ്സ്. നമ്മൾ ആരും ലൂസേഴ്സ് അല്ല, വി ആർ വിന്നേഴ്സ്. നമുക്ക് ജയിക്കാൻ പറ്റും, നമ്മൾ കൊണ്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഭാവിയിൽ നമ്മൾ എന്തായിത്തീരണം, അതിന്റെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എല്ലാം നൽകും. ആ കാണുന്ന ക്ലാസ്സുകൾ എല്ലാം കാണണം. നമ്മൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ സൈനിങ് ഓഫ്, അഫ്നാസ് AK ഫ്രം Xylem Learning. ബൈ.